നമസ്കാരം. അരുണാചലിൽ മലയാളികൾ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ മുഖ്യ സൂത്രധാരനായി നിന്നത് നവീനാണെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിയത് ഒരു വ്യാജ ഇമെയിൽ ഐഡിയിൽ നിന്നായിരുന്നു. ഡോൺ ബോസ്കോയുടെ പേരിൽ തയ്യാറാക്കിയ വ്യാജ ഇമെയിൽ ഐഡികൾക്ക് പിന്നിൽ ആരെന്ന ചോദ്യവും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. ആര്യയ്ക്ക് അടക്കം ലഭിച്ച ഈ വ്യാജ ഐഡിക്ക് പിന്നിൽ ഒളിച്ചിരുന്നത് നവീനാണെന്ന സംശയവും ഉയരുന്നുണ്ട്. അതോ മറ്റൊരാളാണോ എന്നതും സംശയമാണ്. അതേസമയം ഡിജിറ്റൽ തെളിവുകൾക്ക് ഇടം നൽകാത്ത വിധം ആസൂത്രിതമായിട്ടായിരുന്നു നവീൻ ഓരോ നീക്കങ്ങളും നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ആര്യ 3 വർഷം മുമ്പ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന്റെ പിടിവള്ളി. അതേസമയം കേരളത്തിൽ 5 ഇടങ്ങളിലാണ് സാത്താൻ സേവ നടക്കുന്നത് എന്ന വിവരവും പുറത്തു വന്നതാണ്. കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് സാത്താൻ സേവ വർദ്ധിക്കുന്നുണ്ടെന്ന് നന്ദൻകോട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ അന്ന് ആ കേസിന്റെ ഒച്ചപ്പാട് അവസാനിച്ചതോടെ പിന്നീട് ആരും സാത്താൻ സേവയെ കുറിച്ച്, അവരുടെ സംഘങ്ങളെ കുറിച്ച് അവരുടെ പിന്നാലെ പോയില്ല. കൊടും ക്രൂരത നിറഞ്ഞ ആഭിചാര ക്രിയകൾ വരെ അരങ്ങേറുന്ന സാത്താൻ ആരാധന നമ്മുടെ സംസ്ഥാനത്തും നടക്കുന്നുണ്ടത്രേ. ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് സാത്താൻ ആരാധന നടക്കുന്നുവെന്നാണ് വിവരം. സമൂഹത്തിലെ ഉന്നത നിലയിലുള്ളവർ പലരുമാണ് ഇത്തരം സംഘങ്ങളിലെ അംഗങ്ങളെന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം. സാത്താൻ സേവയിലൂടെ ശത്രുക്കളിൽ നിന്ന് രക്ഷയും ഒപ്പം സമ്പാദ്യവും കുമിഞ്ഞുകൂടുമെന്ന വിശ്വാസത്തിലും ഇത്തരം സംഘങ്ങളിൽ അംഗങ്ങളാകുന്നവരിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുമൊക്കെ ഉൾപ്പെടുകയാണ്. ഭയജനകവും വിചിത്രവുമാണ് ഇവരുടെ രീതികളെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വിദേശികളടക്കം പങ്കെടുക്കുന്ന ഇത്തരം സാത്താൻ സേവകൾ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയകളാണ്. അതീന്ദ്രിയ ശക്തി ലഭിക്കുമെന്നും സമ്പത്ത് ലഭിക്കുമെന്നും ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നുമൊക്കെയുള്ള ധാരണകളിലാണ് പലരും ഇത്തരം സംഘങ്ങളുടെ ഭാഗമാകുന്നത്. സാത്താൻ സേവകർ ഇതിനായി ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആഭിചാര ക്രിയകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. 13 ഇവരുടെ ഇഷ്ട നമ്പർ. 13-ാം തീയതി വെള്ളിയാഴ്ചയാകുന്ന ദിവസങ്ങളിൽ ഇത്തരം ആഭിചാരങ്ങൾ കൂടുതലായി ഇവർ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. സാത്താൻ സേവകൾക്കായി കേരളത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റ് എന്നും സാത്താൻ സേവക്കാർ എന്നും അറിയപ്പെടുന്നുണ്ട്. സാത്താൻ സേവയിൽ ആരാധന മൂത്തവരാണ് പലപ്പോഴും ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നത്. കൊടും ക്രൂരത നിറഞ്ഞ ആഭിചാര ക്രിയകളും പരസ്യമായ ലൈംഗിക വീഴ്ചയും സാത്താൻ ആരാധനയ്ക്ക് ഒടുവിൽ നടക്കാറുണ്ട്. നന്ദി.